ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കൂവക്കാടിന്റെ ശ്ലൈഹിക മുദ്രയുടെ കേന്ദ്രസ്ഥാനം അലങ്കരിക്കുന്നത് പുഷ്പിത അഗ്രങ്ങളോട് കൂടിയ മാർത്തോമാ സ്ലീവായുടെ പ്രധാന ഭാഗമാണ്. സ്ലീവായിൽ പതിച്ചിരിക്കുന്ന 5 ചുവന്ന രത്നങ്ങൾ തന്റെ പീഡാസഹനവും മരണവും ഉത്ഥാനവും വഴി നമ്മെ രക്ഷിച്ച മിശിഹായുടെ സ്നേഹത്തിന്റെ പ്രകാശനമായി നിലകൊള്ളുന്ന അവന്റെ 5 തിരുമുറിവുകളെ പ്രതീകാത്മകമായി ചിത്രീകരിക്കുന്നു. ചുവന്ന പശ്ചാത്തലത്തിൽ ചിറകുകൾ വിരിച്ച രീതിയിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന പ്രാവ് പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ്. ചുവപ്പ് നിറം സുവിശേഷത്തിന്റെ യഥാർത്ഥ നായകനും സഭയുടെ ഭൗമിക തീർത്ഥാടനത്തിന്റെ ചുക്കാൻ പിടിക്കുന്നവനും ലോകം മുഴുവനിലും ദൈവസ്നേഹം വ്യാപിപ്പിക്കുന്നവനുമായ റൂഹായുടെ ദാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. റൂഹായുടെ പ്രതീകമായ പ്രാവ് ഇന്ത്യയുടെ ദേശീയ പുഷ്പമായ താമരയെ പ്രകാശിപ്പിക്കുന്നു. താമരയുടെ ദളങ്ങൾ ഇന്ത്യൻ ദേശീയ പതാകയുടെ നിറങ്ങളായ കുങ്കുമം, വെള്ള, പച്ച എന്നിവയെ സന്നിഹിതമാക്കുന്നു. ഫ്രാഗ്രൻസിയാം ക്രിസ്റ്റി കാരിറ്റാസ് നെഫുന്തരെ, മിശിഹായുടെ സ്നേഹത്തിന്റെ പരിമളം പരത്തുക എന്നർത്ഥം വരുന്ന ഈ ആപ്തവാക്യം പ്രതിഫലിപ്പിക്കുന്നത് താമരപ്പൂവ് തീവ്രവും മധുരമുള്ളതുമായ സുഗന്ധം പുറപ്പെടുവിക്കുന്നത് പോലെ ഈ ലോകത്തിൽ മിശിഹായുടെ സ്നേഹത്തിന്റെ പരിമളമാകാൻ നാമും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന സത്യമാണ്. ഈശോ മിശിഹായുടെ സന്ദേശം എന്ന ഗ്രന്ഥത്തിൽ മഹാത്മാഗാന്ധി ഇപ്രകാരം നിരീക്ഷിച്ചു: ഒരു റോസപ്പൂവിന് പ്രസംഗിക്കേണ്ട ആവശ്യമില്ല, അത് അതിന്റെ പരിമളം പരത്തുന്നു. ആ സുഗന്ധം അതിന്റെ സ്വന്തം പ്രഭാഷണമാണ്. താമരപ്പൂവിന്റെ ഇടതുവശത്ത് നീല പശ്ചാത്തലത്തിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന അഷ്ടഭുജങ്ങളുള്ള സുവർണ താരകവും സമുദ്ര താരകവും മിശിഹായുടെയും സഭയുടെയും മാതാവുമായ കന്യകാമറിയത്തിന്റെ പ്രതീകമാണ്. ഒപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സ്ഥാനിക മുദ്രയിൽ നിന്ന് കടം കൊണ്ട് ഈ നക്ഷത്രം അദ്ദേഹത്തോടുള്ള ആദരവിന്റെ പ്രകാശനമായും വർത്തിക്കുന്നു. ശ്ലൈഹിക മുദ്ര പൗരസ്ത്യമെത്രാന്മാരുടെ സുറിയാനി ശൈലിയിലുള്ള തലപ്പാവിനാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇരുവശത്തും 10 വീതം 20 പച്ച തൂവാലകളാണ് ആർച്ച് ബിഷപ്പിന്റെ മുദ്രയിൽ കാണുന്നത്.